ബിസിനസ് പ്ലസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒട്ടനവധി മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണിത്. കേരളത്തിൽ തന്നെ CBSE വിദ്യാലയങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പ്രവർത്തിക്കുന്ന സരസ്വതി വിദ്യാലയ CBSE സ്കൂൾ. അതോടൊപ്പം സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഇതിന്റെ രണ്ടിന്റെയും അമരക്കാരി ഒരു വനിതയാണ്. ഇന്ന് നമ്മളോടൊപ്പം ബിസിനസ് പ്ലസിന് കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളും പുതിയ മാറ്റങ്ങളെ പറ്റിയും സംസാരിക്കാനായി നമ്മുടെ അതിഥി സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ദേവി മോഹൻ. നമസ്കാരം. നമസ്കാരം. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ വനിതകൾ അധ്യാപകരായി കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും വനിതകൾ ധാരാളമായി അധ്യാപകരായി ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മാനേജ്മെന്റ് രംഗത്ത്, അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഒരു രീതിയിലേക്ക് വളരെ ചുരുക്കം സ്ത്രീകൾ മാത്രമേ ഇതുവരെ രംഗപ്രവേശം ചെയ്തിട്ടുള്ളൂ. ഡോക്ടർ ദേവി മോഹൻ ഈ സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സാരഥിയായി ഇതിലേക്ക് വരാനുള്ള എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഒരു കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു 12 വർഷം കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 12 ഇയേഴ്സ് കേരള സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൽ ഞാൻ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കാലയളവിൽ തന്നെ അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു ഓണററി വൈസ് ചെയർപേഴ്സണായിട്ട് അന്നും പ്രവർത്തിച്ചു വന്നു. അപ്പോൾ ഒരു 5 വർഷം മുമ്പാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എൻ്റെ ഫാദർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറച്ച് സപ്പോർട്ട് വേണം എന്ന് ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ആദ്യം ജോലി ചെയ്തതിന് ശേഷം ഈ വിദ്യാഭ്യാസത്തിൻ്റെ സാരഥി രംഗത്തേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് പറയാൻ സാധിക്കും, ഒരു ബാല്യം മുതലേ അല്ലെങ്കിൽ ഇപ്പോൾ വരെയുള്ള എൻ്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഫാദർ തന്നെയാണ്, ശ്രീ ജി രാജ്മോഹൻ. അപ്പോൾ അദ്ദേഹം പഴയ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ HLL ലൈഫ് കെയറിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. ഇപ്പോഴത്തെ ഈ അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാനും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികപരമായിട്ടുള്ള അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള അതുപോലെ ഈ പറഞ്ഞ പോലെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാനേജ്മെൻറ്റ് രംഗത്തേക്ക് വരണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ BBA ചെയ്തു, പിന്നെ MBA, പിന്നെ PhD ഇൻ മാനേജ്മെൻറ്റ്. അപ്പം അതൊരു വളരെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എൻ്റെ അച്ഛനിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് സരസ്വതി ഗ്രൂപ്പിൻ്റെ ഒരു മാനേജ്മെൻറ്റ് തലത്തിലേക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരാനുള്ള സാഹചര്യം. അധ്യാപകരായി ഒരുപാട് വനിതകൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് വളരെ പണിപ്പെട്ട ഒരു ചുമതല തന്നെയാണ്. ഡോക്ടർ ദേവി മോഹൻ ഈ രംഗത്തേക്ക് ഇതിൻ്റെ സാരഥിയായി കടന്നു വരികയും ഒരുപാട് വർഷം ഇതിൻ്റെ സാരഥിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. മാഡത്തിനോട് ചോദിക്കാനുള്ളത്, വനിതകൾക്ക് ഇതേ രീതിയിലുള്ള മാനേജ്മെൻറ്റ് രംഗത്തേക്ക് വന്ന് ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് എത്രമാത്രം പ്രയാസകരമാണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം എളുപ്പമുള്ള കാര്യങ്ങളാണ്? വിദ്യാഭ്യാസ രംഗത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സരസ്വതി വിദ്യാലയ അല്ലെങ്കിൽ സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 90% ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് വനിതകൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു വിമൻ എംപവർമെൻറ്റ് സെൻറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു വിമൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നല്ല വിമൻ ലീഡേഴ്സ് ആകാൻ പറ്റും. കാരണം നമ്മൾ വിദ്യാഭ്യാസത്തിന് നമുക്ക് എപ്പോഴും വേണ്ട സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻ അല്ലെങ്കിൽ ഒരു കമ്പാഷൻ, ഒരു എംപതി എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് സ്ത്രീകൾക്ക് വളരെ നാച്ചുറലായിട്ട് വരുന്ന ഒരു ക്വാളിറ്റീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് കൂടുതൽ വനിതകൾ ഈ രംഗത്തേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. മാഡം ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വനിതാ സാരഥി ഇതിൽ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കെല്ലാം ഒരു മാതൃപരമായ ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയുള്ള ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ സ്കൂളിൽ നിന്നും ലഭിക്കുന്നുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂളിൽ പ്രത്യേകമായി കരുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകൾ, ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. എനിക്കൊന്ന് എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുന്ന ഒരു മേഖല കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ചോക്ക് ആൻഡ് ഡസ്റ്ററോ അല്ലെങ്കിൽ ഇവ വൈറ്റ് ബോർഡ്സ് ഒക്കെ ഡിസപ്പിയർ ചെയ്തിപ്പോൾ ഒരു ഇൻറ്ററാക്റ്റീവ് ബോർഡ്സ് ഒക്കെ ഉള്ള ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് ടൈം ടു ബി ഇൻ എ ക്ലാസ് റൂം എന്ന് പറയാം. കാരണം കുട്ടികൾക്ക് അത് കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ വിദ്യാഭ്യാസം വന്ന് നിൽക്കുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ സിറ്റുവേറ്റഡ് ലേണിങ്ങിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള കരിക്കുലർ ആണെങ്കിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ അതിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഇൻ ടേംസ് ഓഫ് ഒരു കുട്ടി സ്കൂളിലേക്ക് വരികയാണെങ്കിൽ ആ കുട്ടി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി പഠിക്കണം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലാസ് റൂംസിലാണെങ്കിലും അതിൻ്റെ മറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇത് അഡ്രസ്സ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഉള്ള ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ATL ആൻഡ് റോബോട്ടിക്സ് ലാബ് ഉണ്ട്. അപ്പോൾ ATL ആൻഡ് റോബോട്ടിക്സ് ലാബിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ ഹൈടെക് ആയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജീസ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ആ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഈ ഇടയ്ക്ക് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് സ്റ്റാർട്ടപ്പ് കോർണർ എന്നുള്ളൊരു പ്രോഗ്രാം. സ്റ്റാർട്ടപ്പ് കോർണർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൾച്ചറലി തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച് മിടുക്കരായിട്ട് നല്ല ജോലി നേടണം എന്ന് പറയും. പക്ഷെ ഒരിക്കലും നിങ്ങളൊരു നല്ല ഒരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭകയാകണം എന്ന് ഒരിക്കലും പറയാറില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആണ്. നമ്മുടെ ഒരു കൾച്ചറിന് നമുക്കൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്ക് നല്ല രീതിയിലൊരു അവബോധം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫ്രം എ വെരി യങ് ഏജ് ഒരു സ്റ്റുഡൻറ് പ്രണർ എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോവുകയും അവർക്ക് പല ഐഡിയാസ് അവരുടെ ഈ പറഞ്ഞ പോലെ റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും, മാത്രമല്ല അവർക്ക് ഇത് എങ്ങനെയാണ് ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെ പൂൾ ചെയ്യാം, ആ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയാണ്. അവർക്ക് എങ്ങനെ മണി മാനേജ് ചെയ്യാം, സേവിങ്സ് എങ്ങനെ ഉണ്ടാകാം, ഇങ്ങനെയൊക്കെ ഉള്ള കൾച്ചേഴ്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് കോർണർ പോലുള്ള കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് ആക്കഡമിക് കാര്യങ്ങളിലൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഒരു സ്റ്റുഡൻറ്റ് എൻഷുർ ചെയ്യാൻ. അതിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്പോർട്സിനും ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്കൊന്ന് ഞങ്ങളുടെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് സരസ്വതി വിദ്യാലയം ഒരു ആദ്യത്തെ സ്കൂളായിരിക്കും ഇൻ ട്രിവാൻഡ്രം ടു ഹാവ് ഒരു ഷൂട്ടിംഗ് റേഞ്ച് ഉള്ള ലക്ഷ്യ ഷൂട്ടിംഗ് റേഞ്ച് ഉള്ള ഒരു സ്കൂളാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം റൈഫിൾ അസോസിയേഷനുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു റൈഫിൾ ഷൂട്ടിങ്ങിൻ്റെ പരിശീലനം കൊടുക്കുന്നത്. കൂടാതെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ലൈഫ് സ്കിൽസ് ആണ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ലാംഗ്വേജ് ലാബ്സ്. അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും ഒരു കുട്ടിയെ ഒരു കരിയറിന് വേണ്ടിയല്ല നമ്മൾ അവരെ ഷേപ്പ് ചെയ്യേണ്ടത്, ബട്ട് ദേ ഷുഡ് ബി എക്യുപ് വിത്ത് 21st century സ്കിൽസ് എന്ന് പറയും. കാരണം നമ്മുടെ ഒരു 2030 ആകുമ്പോൾ 60% ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോബ്സ് ഇപ്പോഴുള്ള ജോബ്സ് അപ്പോൾ കാണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിക്കേണ്ടത് ബുള്ളറ്റ് പ്രൂഫ് കരിയേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ സ്കിൽസ് അല്ലെങ്കിൽ വെച്ച് എക്യുപ്പ് ചെയ്യുക. ഓരോ കുട്ടിക്കും അവരുടെ ടാലൻറ്റ് എന്താണ്, അവരുടെ സ്കിൽ എന്താണ്, ആ രീതിയിലുള്ള അവരെ ചാനലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ സ്കൂൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഏറ്റവും അധികം സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതിൽ ടേക്ക് കെയർ ചെയ്യുന്നത്. സരസ്വതി ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളെ പറ്റി ഒന്ന് വിശദമായി പറയാമോ? സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആദ്യത്തെ സ്ഥാപനം എന്ന് പറയുന്നത് സരസ്വതി വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂളാണ്. അത് 33 വർഷമായിട്ട് തലസ്ഥാന നഗരിയിൽ പ്രവർത്തിക്കുന്ന ഒരു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുകൂടാതെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് ഒരു സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, അത് സ്ഥിതി ചെയ്യുന്നത് വെളപ്പിൽശാലയാണ്. അവിടെ ഞങ്ങൾക്ക് 8ഓളം കോഴ്സുകളുണ്ട്, ഇൻക്ലൂഡിങ് PG കോഴ്സസ് ഉണ്ട്. പിന്നെ നമുക്കൊരു 10ഓളം കിൻഡർ ഗാർഡൻസ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പാരമ്പര്യമുള്ളൊരു സ്കൂളായതുകൊണ്ട് അത് മാക്സിമം കുട്ടികളിലേക്ക് ആ അക്കാഡമിക് എക്സലൻസ് എത്തിക്കണം എന്നുള്ള ഒരു വിഷനോട് കൂടി ഏകദേശം സിറ്റിയുടെ പല ഭാഗത്തായിട്ട് ട്രിവാൻഡ്രം സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ ഉൾപ്പെടെ ഞങ്ങൾക്ക് 10ഓളം കിൻഡർ ഗാർഡൻസ് ഉണ്ട്. സരസ്വതി വിദ്യാലയ കിൻഡർ ഗാർഡൻസ് ഉണ്ട്. പിന്നെ നമുക്കൊരു അക്കാഡമി ഓഫ് സ്കിൽ മെൻറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് NSDCയുടെ സ്കിൽ കോഴ്സസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ ടീച്ചേഴ്സിനുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ആ ഒരു അക്കാഡമി വഴിയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെഞ്ചർ എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഫ്രം ജൂൺ ഓൺവേർഡ്സ്. അതിൻ്റെ പേര് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. BBA MBA
UGയും PGയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആദ്യം? നമ്മുടെ സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഓൾറെഡി നമുക്ക് BBA ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു PG വേർഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ MBA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് വിൽ ബി സ്കൂൾ വിത്ത് എ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ഒരു ഇന്റർനാഷണൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ബിസിനസ് സ്കൂൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കാരണം നമ്മൾ അവിടെ ഒരു ഗ്ലോബൽ ഡിമാൻഡ്സിനനുസരിച്ചിട്ടുള്ള മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആന്റർപ്രന്യൂർസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലീഡേഴ്സ് ഓഫ് ടുമോറോ അവരെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള വിഷനോട് കൂടിയാണ് നമ്മൾ ആ ഒരു ഇന്റർനാഷണൽ ബിസിനസ് സ്കൂള് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഇന്റേൺഷിപ്സ് അതോടെ ഇന്റർനാഷണൽ പ്ലേസ്മെന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ അഡ്വൈസറി ബോർഡിന്റെ ഭാഗമായിട്ട് ബിഗ് കോർപ്പറേറ്റ്സ് ലൈക്ക് ആമസോൺ, ഊബർ അവരുടെയൊക്കെ സീനിയർ ലെവൽ പ്രൊഫഷണൽസ് ഒക്കെ നമ്മുടെ അഡ്വൈസറി ബോർഡിന്റെ ഭാഗമായിരിക്കും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ദേവി മോഹൻ. ആ രാജ്യങ്ങളിലൊക്കെ കാണാറുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അതിൻ്റെ നല്ല കാര്യങ്ങൾ എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു റെവല്യൂഷണറി ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ആ സിസ്റ്റം തന്നെ മാറുകയാണ്. അപ്പം 5+3+3+4 എന്നുള്ള സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ഈ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്ന ഫൗണ്ടേഷണൽ ഇയേഴ്സ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഇയേഴ്സ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. റൈറ്റ് ഫ്രം pre-KG, LKG, UKG, ഗ്രേഡ് 1 and 2 ഫൗണ്ടേഷണൽ ഇയേഴ്സ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഫിൻലാൻഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ കാണുന്നത് KG കിൻഡർ ഗാർഡൻ ലെവലാണ്. അവിടെ ഈ ഇൻഫാക്ട് അധ്യാപകർ ഏറ്റവും കൂടുതൽ പേ ലഭിക്കുന്ന അധ്യാപകർ ഉള്ളത് കിൻഡർ ഗാർഡനിലാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഫൗണ്ടേഷണൽ ഇയേഴ്സിനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഈ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം എല്ലാം മാറുകയാണ്. എന്ന് വെച്ചാൽ എക്സാമിനേഷൻ ഇല്ലാത്തൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഫോർമേറ്റീവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ ഇയേഴ്സിൽ ഇപ്പം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഇപ്പോൾ എക്സാംസ് ഇല്ല. അവർ അസസ്മെന്റിലൂടെയും അവരുടെ കഴിവിനെയും മികവിനെയാണ് നമ്മൾ അളക്കുന്നത്. അത് വിലയിരുത്തിയിട്ടാണ് ഒരു കുട്ടി നല്ലതാണോ അല്ലെങ്കിൽ അവർ എത്രത്തോളം നല്ലതാണെന്ന് തന്നെയാണ്. എല്ലാ കുട്ടിയും എന്താ ഒരു പോസിബിലിറ്റിയാണ്, അവർക്ക് അവരുടേതായ യുണീക്ക്നെസ് ഉണ്ട്. അവരെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മറ്റ് രാജ്യത്തെ പല സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പോളിസി തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ഫേസ് ബൈ ഫേസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഹയർ ഗ്രേഡ്സിലേക്കും എക്സാമിനേഷൻ ഇല്ലാത്തൊരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല കൂടുതലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ളത്, അവർക്ക് ആപ്ലിക്കേഷൻ, ഹയർ ഓർഡർ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വരുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും ഇനി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു മേ ബി ഒരു 2030 ഒക്കെ ആകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ പറയുന്ന ആ സ്പെഷ്യാലിറ്റിയോടുകൂടി എഡ്യൂക്കേഷൻ സെക്ടർ നമ്മുടെ മാറും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ രീതികൾ മാറും. ഒരുപാട് സ്റ്റുഡൻറ് സെൻട്രിക് ആവും. ഓരോ സ്റ്റുഡൻറ്റിനെ കേറ്റർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഓരോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം എന്നുള്ള രീതിയിൽ അതിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സരസ്വതി ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്ഥാപനങ്ങളെല്ലാം അതാത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണോ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഈ ഒരു 5+ ഞാൻ ആ സിസ്റ്റം പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ഫൗണ്ടേഷണൽ ഇയേഴ്സിൽ ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പം എക്സാംസ് ഇല്ല, അവരെ അസസ് ചെയ്യുന്നത് ഒരു അസസ്മെന്റ് ആക്ടിവിറ്റി, കുറേ ആക്ടിവിറ്റിയിലൂടെ അവരെ അസസ് ചെയ്യുകയാണ്. അതിൽ തന്നെ പല ലെവൽസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ബിഗിനർ ലെവലാണോ ഒരു കുട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു പ്രോഗ്രസ് ചെയ്യാണോ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ്റ് ആണോ, അങ്ങനെ ലെവൽസ് ഫിക്സ് ചെയ്യണം. അല്ലാതെ അവിടെയും ഈ പറഞ്ഞ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്നുള്ള പരിപാടിയൊന്നുമില്ല. ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ ഒരു കുട്ടിയുള്ളത്, ആ കുട്ടിയെ നമുക്ക് അടുത്ത ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, ആ രീതിയിലേക്കാണ് നമ്മൾ NEP ആണ് നമ്മുടെ മെയിൻ ഒരു ഡോക്യുമെന്റ് ആയിട്ട് വരുന്നത്. കാരണം CBSE സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു റെഗുലേഷൻസ് അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഈസ് എ വെരി കീ ഫാക്ടർ. അപ്പോൾ അതിലേക്ക് പോകണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ ഈ തിയറീസ് മാത്രമല്ല, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പോകണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഈ ഒരു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് വരുന്നത്. അവർക്ക് കൂടുതൽ എക്സ്പോഷർ കൊടുക്കുന്ന കാര്യങ്ങൾ, പുറത്ത് പോയി അവർക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. പുറത്ത് പോയി അവർക്ക് എക്സ്പീരിയൻസ്, ISR ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പോയി. ഈ ഇടയ്ക്കും നമ്മൾ കഴിഞ്ഞ വർഷം റോക്കറ്റ് ലോഞ്ചിനൊക്കെ പോയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥി അക്രമങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു ചോദ്യമാണ്. അധ്യാപകർ ഇപ്പോൾ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമപരമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു കാരണത്താലാണ് ഈ പറയുന്ന അക്രമങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ വരാൻ കാരണം. ഡോക്ടർ ദേവി മോഹന്റെ അഭിപ്രായത്തിൽ
എന്താണ് അതിനെ പറ്റിയുള്ള ഒരു വിശകലനം? അതെ, നമ്മുടെ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പഴയ ഒരു കൺസെപ്റ്റ് അല്ല. നമ്മളിപ്പോൾ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മളൊരു സെക്കൻഡ് ഹോം പോലെയാണ് കാണുന്നത്. അപ്പം ഒരു ശിക്ഷ കൊണ്ട് ഒരു കുട്ടിയെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ടത്തെ സിസ്റ്റത്തനുസരിച്ച് അടിയും ഒക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന സ്കൂളിലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അതിലല്ല കാര്യം. ഓരോ കുട്ടിയും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ വളരെ ഇന്റലിജന്റ് ആണ്. അവർക്ക് നമ്മൾ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങൾ ഇല്ല. അടിയുടെ അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ അവർ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ജനറേഷനാണ്, നമ്മളെക്കാട്ടി വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ജനറേഷനാണ്. അവർക്കൊരു കാര്യം ഇന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യണം, വളരെ സ്നേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ നല്ലതായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കൂളിൻ്റെതായിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ട്. കാരണം ഡിസിപ്ലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അവർക്ക് ഭാവിയിൽ ഒരു ജോലി ചെയ്യാനാണെങ്കിലും ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ജോലി ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു വശമുള്ളത്, ഇപ്പോൾ സ്കൂൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഇതിനകത്ത് പാരൻസിന് ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതൊന്നും നമുക്കൊരു ട്രൈപോഡ് പോലെ പറയാം. അതായത് പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. ഇവർ നമ്മൾ മൂന്ന് പേരും ഒരുപോലെ കളക്റ്റീവ് എഫേർട്ട് വന്നാലേ ഒരു കുട്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് പോവുള്ളൂ. കാരണം നമ്മൾ സ്കൂൾ അവേഴ്സ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു കുട്ടി, ആ കുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം പാരൻസിനുണ്ട്. എപ്പോഴാണ് തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്നത്, അല്ല ആ ടൈം ഗ്യാപ്പിൽ എവിടെ പോയി, അല്ലെങ്കിൽ സ്കൂൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ഏർപ്പെടുന്നത്. കാരണം സ്കൂളിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് നമ്മുടേതായ ഒരു ഓർഗനൈസ് സിസ്റ്റം ഉണ്ട്, ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഈവൻ അവർക്ക് ഇമോഷണൽ ആയിട്ട് പ്രശ്നങ്ങൾ വന്നാൽ വി ഹാവ് എൻ ഇൻ ഹൗസ് കൗൺസിലിംഗ് സർവീസസ് ഒക്കെ ഉണ്ട്. പക്ഷെ വീട്ടിലെത്തുമ്പോഴും അതേ മോണിറ്ററിങ്ങിന്റെ ആവശ്യമുണ്ട്. കാരണം അവർക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അത് പിന്നെ സൊസൈറ്റിക്കും അതിൽ വളരെ ഒരു റോള് പ്ലേ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു അടിച്ചും ആ ഒരു എന്താ പറയുക, ആ രീതിയിൽ നമുക്ക് ഒരിക്കലും നമുക്കത് യോജിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്ന ഒരു ജനറേഷനാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ജനറേഷനാണ്. പിന്നെ അവരൊരു ക്ലേ പോലെയാണ്, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അവരെ മോൾഡ് ചെയ്യാം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നല്ല റിസൾട്ട് കിട്ടും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും ചേരുന്ന ഒരു ട്രയാങ്കുലർ ലിങ്കാണ്. ഇതിൽ മാതാപിതാക്കളുടെ പങ്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദമായി പറയാമോ? തീർച്ചയായിട്ടും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾസ് പ്ലേ ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് നമുക്ക് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പാരൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈപോഡായിട്ട് നമ്മളൊരു കളക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കുട്ടിക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ പാരൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമുക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു കോഴ്സും നമ്മൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടൊന്നുമല്ല നമ്മളൊരു പാരൻസ് ആവുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഒരു ട്രയൽ ആൻഡ് എററിൻ്റെ കൂടെയാണ് നമ്മളത് പാരൻറ്റിങ് തന്നെ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള പാരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാറുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കുഞ്ഞ് എത്രത്തോളം സമയം സ്ക്രീൻ ടൈം എത്ര അലൗഡ് ആണ്. നമുക്കിപ്പോൾ ഒരു LKG-യിലുള്ള കുട്ടികൾക്ക് മാക്സിമം 1.5 മണിക്കൂറാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പാരൻസൊക്കെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാർട്ടൂൺ വെച്ചിട്ട് കൊടുക്കുന്നത്, കാരണം കുട്ടി ഭക്ഷണം കഴിക്കണം വേണ്ടിയിട്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ സ്ക്രീൻ ടൈം അവർ കൺസ്യൂം ചെയ്യുമെന്ന് അറിയാതെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് അതിനുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്, അതുപോലെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് സെഷൻസ് പാരൻസിന് കൊടുക്കാറുണ്ട്. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത്, എപ്പോഴും പാരൻസിന് ഒരു ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കാറുണ്ട്. പല സന്ദർഭങ്ങളിൽ നമ്മൾ പല പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഓവർ എക്സ്പെക്റ്റേഷനാണ്, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിത്തീരണം. പക്ഷെ അവരുടെ ശരിക്കുമുള്ള കഴിവ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ് എന്താണ്? കാരണം പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാര്യം, ഒരു സ്റ്റാൻഡേർഡ് 10 കഴിഞ്ഞ് 11th വരുമ്പോൾ നമ്മൾ ഒരു നിർണ്ണയിക്കണം, നമ്മൾ സയൻസിലേക്ക് പോകണോ, ഹ്യൂമാനിറ്റി സ്ട്രീമിലേക്ക് പോകണോ, അല്ലെങ്കിൽ കോമേഴ്സ് സ്ട്രീമിലേക്ക് പോകണോ. പലപ്പോഴും മാത്സിന് വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ അവരെ പ്രഷറൈസ് ചെയ്ത് സയൻസ് സ്ട്രീമിലേക്ക് വിടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ശരിക്കും അവർ ചിലപ്പോൾ നല്ല രീതിയിൽ ഹ്യൂമാനിറ്റി സ്ട്രീമിലോ അവർക്ക് നല്ല ചിലപ്പം ഞങ്ങൾക്ക് ഇവിടെ ഫാഷൻ സ്റ്റഡീസ് ഉൾപ്പെടെയുള്ള ലാബുണ്ട്. നല്ല രീതിയിൽ വരയ്ക്കാനും ഡ്രോയിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളെ പോലും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഫീൽഡിലേക്ക് തള്ളിവിടുന്ന, കാരണം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തുള്ള ഡ്രീംസ് കുട്ടികൾ വഴി അച്ചീവ് ചെയ്യണമെന്ന് വാശി പിടിക്കുക. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക. വാട്ട് ഈസ് ദെയർ ആക്ച്വൽ പൊട്ടൻഷ്യൽ, അതിനനുസരിച്ച് അവരുടെ സ്കില്ലും ടാലൻറ്റും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞങ്ങൾ സ്കൂള് തീർച്ചയായിട്ടും അതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഗൈഡൻസ് എടുത്തുകൊണ്ട് അവരെ കറക്റ്റായിട്ട് രീതിയിലേക്ക് ചാനലൈസ് ചെയ്യുക. അതാണ് ഒന്ന് ചെയ്യേണ്ടത്. സെക്കൻഡ് ഈസ് അബൌട്ട് പ്ലീസ് ഡോണ്ട് കമ്പയർ യുവർ ചൈൽഡ് വിത്ത് അനദർ ചൈൽഡ്. അല്ലെങ്കിൽ അത് നമ്മുടെ ഇപ്പോൾ സിബ്ലിങ്സ് ആയാൽ പോലും നമ്മൾ ഒരിക്കലും അത് കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. കാരണം ഓരോ കുട്ടിയും ഇറ്റ്സ് എ പോസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആ ഡിഫറൻസസ് ആണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു
ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ, നമ്മൾ എത്രത്തോളം കുട്ടി അതിൽ അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസിൽ അഡിക്റ്റഡ് ആണോ, അപ്പോൾ അതിനൊക്കെ നമുക്കിപ്പം അതിനൊക്കെ ഡീടോക്സിഫൈ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനുള്ള ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്കൂളിൻ്റെ ഭാഗത്തും ഞങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.